കവ്വായി കായലിൽ മത്സ്യലഭ്യത ഇല്ലാത്തത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ വറുതിയിലാക്കുന്നു. സാരിവലയും ചെറുവലയും ഉപയോഗിച്ചുള്ള അശാസ്ത്രീയമായ മത്സ്യബന്ധനം മൂലമാണ് കായലിൽ മത്സ്യങ്ങൾ ഇല്ലാതാകാൻ കാരണമാകുന്നത്. പതിറ്റാണ്ടുകളായി ജൂൺ ജൂലൈ മാസങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള കായൽ മത്സ്യങ്ങൾ ധാരാളം ലഭിച്ചു വന്നിരുന്ന കവ്വായി കായലിലെ വലിയ പറമ്പ്, ഇടയിലക്കാട്, പടന്നക്കടപ്പുറം തുടങ്ങിയ ഇടങ്ങളിൽ വലയിറക്കുന്ന തൊഴിലാളികൾ ഇപ്പോൾ വെറും കൈയോടെയാണ് കരയിലേക്ക് മടങ്ങുന്നത്. പ്രധാനമായും സാരിവല ഉപയോഗിച്ച് അശാസ്ത്രീയ രീതിയിൽ നടത്തുന്ന മീൻപിടുത്തമാണ് തിരിച്ചടിയാവുന്നത്. 60,000 രൂപ വരെ വില വരുന്ന വലകളുടെ സെറ്റ് ഉപയോഗിക്കുന്നതാണ് രീതി. -20 മുതൽ 60 വരെയുള്ള ചെറുതും വലുതുമായ കണ്ണികളുള്ള വ്യത്യസ്ത വലകൾ കൂട്ടിയോജിപ്പിച്ച് വേലിയേറ്റ വേളയിൽ അഴിമുഖത്ത് ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നതിലൂടെ കടലിൽ നിന്ന് കായലിലേക്ക് മത്സ്യങ്ങൾ വരാത്ത തരത്തിലാണ് പിടിക്കുന്നതെന്നാണ് പ്രധാന ആരോപണം. നമ്മുടെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു 3-4 മാസമായി വറുതിയിലാണ്. ഈ വലിയപറമ്പ് എന്ന് മാത്രമല്ല, വലിയപറമ്പ്, പടന്നക്കടപ്പുറം, പട്ടികടപ്പുറം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ വളരെ കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു നിലയാണ് ഇന്നുള്ളത്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു സാരിവല എന്നുള്ള ഒരു വലയിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ വലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുറച്ച് തൊഴിലാളികൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് അഴിമുഖത്ത് ആ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ആ വല ഉപയോഗിക്കുന്നത്. അപ്പോൾ മീനുകൾ വരേണ്ടത് അഴിമുഖത്തു നിന്നാണ് മീനുകൾ ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് രാവും പകലും എന്നുള്ള നിലയിൽ അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അവരത് പിടിക്കുന്ന ഒരു നിലയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നത്. രുചിയിൽ ദേശാന്തര പെരുമയുള്ള കവ്വായി കായലിലെ മത്സ്യങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന പലതും ഇന്ന് കാണാൻ പോലും കിട്ടാനില്ല എന്ന് തൊഴിലാളികൾ പറയുന്നു. കല്ലുമീൻ അഥവാ കരിപ്പെട്ടി, കറുങ്ങാൻ അഥവാ കുടുകുടപ്പൻ, നോങ്ങോൽ, തിരുത, വഴുത തുടങ്ങിയ പല മത്സ്യങ്ങളും തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങാതായിട്ട് 1 വർഷത്തോളമായി. വേലിയേറ്റത്തിൽ കടലിൽ നിന്നും കായലിനോട് ചേർന്നുള്ള മാടുകളിൽ കയറി നിന്നാണ് പല മത്സ്യങ്ങളും പിന്നീട് കായലിലേക്ക് എത്തുന്നത്. മഴമാസങ്ങളിൽ കിട്ടാറുള്ള തെള്ളിച്ചെമ്മീൻ, വെള്ള വലിയ ചെമ്മീൻ എന്നിവയും മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണ കായലിൽ നിന്ന് കിട്ടിയിട്ടില്ല. വേലിയേറ്റ സമയങ്ങളിൽ വിവിധ തട്ടുകളിലായുള്ള കണ്ണികളുള്ള സാരിവല ഉപയോഗിക്കുന്നത് മൂലം മത്സ്യങ്ങൾ കായലിലേക്ക് എത്തുന്നില്ലെന്ന മത്സ്യബന്ധന മേഖലയിലുള്ളവർ പറയുന്നു. സാരിവല മാത്രമാണ്ട് പിന്നെ SNDP വല, അതുപോലെ തന്നെ ഈ കൂട്ടക്കാരുണ്ട്. ഇപ്പോൾ ഈ കർണാടകത്തിൽ വരുന്ന കൂട്ടക്കാർ ആ കൂട്ടയും കൊണ്ട് വന്നിട്ട് ചെറിയ കഷ്ണം വല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാ വലക്കാരും നമ്മുടെ ഈ ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഭാഗത്തേക്കാണ് എല്ലാ വലക്കാരും വരുന്നത്. ഈ നമ്മുടെ ഇപ്പോൾ രാമൻ പറഞ്ഞവർ പിന്നെ പട്ടണക്കടപ്പുറം മുതൽ ഇങ്ങോട്ട് മാത്രമല്ല, ഏകദേശം നമ്മുടെ പഞ്ചായത്തിലെ മിക്ക കവ്വായി മുതൽ മാവിലാക്കടപ്പുറം വരെ അഴിമുഖം വരെ ഏകദേശം മത്സ്യത്തൊഴിലാളി മുഴുവനും കഷ്ടപ്പാടിലാണ്. ഈ 6 മാസത്തോളമായി, 15 ദിവസമല്ല, ഏകദേശം 6 മാസത്തോളമായി. കാരണം ഈ സീസണിൽ തൊഴിലാളികളെ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടുന്ന മാസങ്ങളാണ് ഈ മാസങ്ങൾ, ജൂൺ ജൂലൈ മാസങ്ങൾ. ഗവൺമെൻറ് ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും പുഴയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഏകദേശം കഞ്ഞി പിടിക്കാൻ പറ്റുന്ന മാസമാണ് ഈ 2 മാസങ്ങൾ. അപ്പോൾ ഏകദേശം പറയാമെന്ന് വെച്ചാൽ ഇപ്പം വളരെയധികം കഷ്ടപ്പാടിലാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെയധികം കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാട്. ഇപ്പോൾ ഈ 2-3 സൈസ് വല, ഒന്ന് ഈ കൂട്ടക്കാർ നിർത്തലൊക്കെ, രണ്ടാമത് ഈ SNDP വല, അതുപോലെ തന്നെ സാരി വല, ഈ 3 വല ഇളക്കുന്നവരും രാത്രി കാലങ്ങളിൽ വരുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പകൽ രാവിലെ മുമ്പിലേക്ക് പോയാൽ ഉച്ചയാകുമ്പോഴേക്ക് ഏകദേശം പണിയും കഴിഞ്ഞ് വരും. സാരിവലയുണ്ടാക്കുന്ന ഭീഷണിക്ക് പുറമെ വട്ടത്തോണികളിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെറുവലകൾ ഉപയോഗിച്ച് നടത്തുന്ന മീൻപിടുത്തവും പരമ്പരാഗത തൊഴിലാളികളുടേതിൽ നിന്ന് വിഭിന്നമാണ്. 1.5 മീറ്റർ നീളം മാത്രമുള്ള ചെറുവലകൾ ഉപയോഗിച്ചു വരുന്ന ഇവർ കിഴക്കോട്ട് ഒഴുക്കിനനുകൂലമായി വീശുന്നതിന് പകരം അശാസ്ത്രീയ രീതിയിൽ തെക്ക് വടക്ക് ഭാഗങ്ങളിലേക്ക് വലയെറിയുന്നതായി പരമ്പരാഗത തൊഴിലാളികൾ ആരോപിക്കുന്നു. സാരിവല ഉപയോഗിച്ച് അഴിമുഖത്ത് നടത്തുന്ന അശാസ്ത്രീയ മീൻപിടുത്തവും വട്ടത്തോണികളിൽ കുറുവലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും ഫിഷറീസ് അധികൃതർ ഇടപെട്ട് അടിയന്തിരമായി നിയന്ത്രിച്ചില്ലെങ്കിൽ പരമ്പരാഗത തൊഴിലാളികൾക്ക് പ്രത്യക്ഷ സമരത്തിനിറങ്ങേണ്ട അവസ്ഥയുണ്ടാക്കുമെന്ന് ഇവർ പറയുന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.